അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ട്രാജിക് ആയി പോയി ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പൊ രാവിലെ തന്നെ എണീറ്റ് പുറത്തൊക്കെ ഇറങ്ങി ആ ബാക്കിൽ കാണുന്ന നിഴൽഭൂതം അത് ഞാൻ തന്നെയാണ്. അപ്പോ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇവിടെ എല്ലാ ദിവസവും രാവിലത്തെ ഒരു പ്രതിഭാസമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇവന് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയല്ല, അമ്മ ഡെയിലി രാവിലെ കാക്കിക്കും കിളികൾക്കൊക്കെ ആയിട്ട് ഫുഡും വെള്ളമൊക്കെ എടുത്ത് വെക്കും. ആ ഒരു സംഭവം ഇവന് ഭയങ്കര അസൂയാണ്. അപ്പോ ഇവന് സെപ്പറേറ്റ് ആയിട്ട് ഫുഡും പാത്രങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവന്റെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവൻ അതിൽ നിന്ന് പോയി കഴിക്കുക. അസൂയക്കും കുശുമിനും കയ്യും കാലും വാലും വെച്ചൊരു കുട്ടിയാണ് ഞങ്ങളുടെ കുട്ടി. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടി വന്നു. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അമ്മയ്ക്ക് ചെറുതായിട്ട് കാലിന് വയ്യ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ബസ് വെയിറ്റ് ചെയ്യണ നേരം കൊണ്ട് കുറച്ച് പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചു നിന്നു. അത് കഴിഞ്ഞ് ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തി അടുത്ത ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് കയ്യിൽ 500 നോട്ടാണ്. പക്ഷെ നമുക്കൊരു 10 രൂപയുടെ ഡിസ്റ്റൻസേ ഉള്ളൂ. ആ 10 രൂപയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 500 നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബസ് കണ്ടക്ടറിന്റെ വായിലിരിക്കണ മലയാളം കേൾക്കണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ നമ്മളൊരു ലോട്ടറി കടയിലൊക്കെ കയറി ലോട്ടറി മേടിച്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ബസ്സൊക്കെ എടുത്ത് സൈഡൊക്കെ നോക്കിയപ്പോഴാണ് വിഷു അടുത്തെത്തി. സൈഡിലൊക്കെ ഫുള്ള് കണിക്കൊന്നയും കൃഷ്ണനും വാൽക്കണ്ണാടിയും പരിപാടികളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോണ്ടടാ അവിടെ കണ്ട് ഈ കാഴ്ച കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഇതൊക്കെ ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ്. നമ്മൾ ഈ വേസ്റ്റ് ആക്കി കളയുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വെച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ശരിക്കും ഇത് ചെയ്ത ആളുടെ അടുത്ത് ഭയങ്കര ബഹുമാനോ റെസ്പെക്റ്റോ അങ്ങനെ ഒരു സംഭവമൊക്കെ പറയും. ആ ഒരു സംഭവം ഫീൽ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാത്രമല്ല പേപ്പറും കാർഡ്ബോർഡും അങ്ങനെ ഒരുവിധ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ചെയ്തത് ആരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊന്ന് താഴ്ത്തേക്ക് നോക്കിയപ്പോഴാണ് ആ പട്ടിക്കുടിയുടെ കാലം നനങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് പാമ്പാണ്. ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ തല കണ്ട കാരണം ഓക്കെ. പിന്നെ നമ്മൾ അങ്ങനെ ലിസ്റ്റൊക്കെ എടുത്ത് ഡോക്ടറൊക്കെ കണ്ട് നമ്മൾ മരുന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. ബസ്സിൽ എയറില്ലാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് നല്ല അടിപൊളി ആകാശം. അപ്പൊ ആകാശത്തിന്റെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോ അവൻ ഓടി വന്നു. അപ്പൊ കുറച്ചു നേരം അവന്റെ കൂടെയുള്ള സ്നേഹപ്രകടനവും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ കിടന്ന് കുത്തി മറിയാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ചൂടും വയലൊക്കെ ഭയങ്കര അൺസഹിക്കബിൾ ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്നിട്ട് കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ വിന്റേജ് ജേണലിന്റെ ബുക്കിന്റെ പേജസ് ഒക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ നട്ടപ്പുറ വെയിലത്ത് ടെറസിന്റെ മുകളിൽ പോയി നിന്നു. എനിക്ക് എന്താ പ്രാന്താണോ നിങ്ങൾ ചിന്തിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ താഴ്ത്തെത്തുമ്പോഴത്തേക്കും തണ്ണിമത്തനൊക്കെ കട്ടി. അപ്പൊ ഞാൻ മരത്തോണ്ട് വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അമ്മ തണ്ണിമത്തനെ രണ്ടും മുറിക്കാത്ത പോലെ ഒരുമിച്ച് വെച്ചിട്ട് മുറിക്കണ പോലെ കാണിക്കുന്ന ഒരു ആക്ടിങ് പരിപാടികളാണ് നിങ്ങൾ കണ്ടത്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അഭിനയ സിംഹങ്ങൾ തന്നെ ഞങ്ങൾ. അതങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധം അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്റെ പരിപാടികൾക്ക് വേണ്ടി കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും ഐസൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ പരിപാടികളൊക്കെ ചെയ്തു. ഇനി ഡെക്കറേഷൻ പണികളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും അതിന്റെ അഹങ്കാരങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അറിയണം പോലെ ഒരു ചെറിയ വാട്ടർമെലിന്റെ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സീഡ്സും പുറത്ത് തോടൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് വാട്ടർമെലിന് അവനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ടൈമിൽ അവർക്കത് കൊടുക്കണമെന്ന് നല്ലതാണ്. പിന്നെ വിഷ്മാരാണ്ട് ഇപ്പോൾ ബെങ്കൊക്കെ എടുത്തു തന്നു. പിന്നെ നോക്കുമ്പോഴാണ് ഒരാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രാജഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വിന്റേജ് ജേണൽ ബുക്കിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ട്രൈപോഡ് ഇതുപോലെ ഒരു 3-4 കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞു വീണു. ഭാഗ്യത്തിലാണ് എന്റെ ഫോണും കൂടി വീഴാഞ്ഞത്. ഈ ട്രൈപോഡ് ഇങ്ങനെ ഒടിയുന്നതിന്റെ തൊട്ട് മുമ്പാണ് എന്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ടീപ്പോയുടെ ഗ്ലാസ് പൊട്ടണം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ട്രാജിക് ഈവനിങ് ആയിരുന്നു. ട്രൈപോഡിന്റെ കാര്യത്തിൽ സങ്കടം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. പക്ഷെ ഒരെണ്ണം പുതിയത് വാങ്ങിക്കാൻ നിൽക്കായിരുന്നു. പിന്നെ ഈ ഒരു ട്രൈപോഡ് ഒരു 2-3 വർഷം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഗ്ലാസ് പൊട്ടലും ട്രൈപോഡ് പൊട്ടലും ഒക്കെ എന്റെ കയ്യിൽ നിന്ന് ആയതുകൊണ്ട് മൈൻഡ് ഒക്കെ ഡൗൺ ആയി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ ശരി.